guys, welcome back to my YouTube channel. Sorry, my alla, our YouTube channel. So, as I promised, last few days of the vacation, ഞാനൊരു വ്ളോഗ് ആക്കി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു ഐഡിയ ഒരു ദിവസം നൈറ്റാണ് പെട്ടെന്ന് സ്പാർക്കായത്. സോ ഐശ്വര്യമായിട്ട് അപ്പം തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു വ്ളോഗൊക്കെ കണ്ട് അന്നത്തെ ഒരു നൈറ്റ് അവിടെ അവസാനിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ലൊരു ഫാമിലി ടൈമിന് വേണ്ടിയിട്ട് ഒരു റോഡ് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഒരു 1 അവറിൻ്റെ ഉള്ളിൽ ട്രാവലുള്ള ഒരു ഡാമാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അധികം അങ്ങനെ ആളും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ആൻഡ് വാഗ പൂത്തിരിക്കുന്നത് കണ്ടോ, ആർക്കൊക്കെ അത് ഇഷ്ടമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സീസണിലല്ലേ നമുക്കത് മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റാം. ആൻഡ് എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഞാൻ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇടയിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കും. സോ അതൊന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കണേ. പിന്നെന്താ, ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഐ എം എ ന്യൂ ഡ്രൈവർ ഓൺ ദ റോഡ്. 18 ആയപ്പോൾ തന്നെ ഞാൻ ലൈസൻസൊക്കെ എടുത്തെങ്കിലും ഇപ്പോൾ ഒന്ന് സെറ്റാക്കി വന്നിട്ടേ ഉള്ളൂ ഡ്രൈവിംഗ് ഒക്കെ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലഞ്ചിന് വന്നിട്ട് ലെമൺ റൈസ് ആയിരുന്നു. ഐ എം എ ബിഗ് ഫാൻ ഓഫ് നേഹ റൂബി. അപ്പോൾ ആളുടെ വ്ളോഗ്സൊക്കെ കാണുന്നത് ഒരു ദിവസം എന്തായാലും നേരിട്ട് കാണുന്നത് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആളിഷ്ടമാണോ? അപ്പോൾ അതാ നമ്മുടെ ടീ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ എൻ്റെ മഗ്ഗിലാണെങ്കിൽ ഞാൻ ഷുഗറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നില്ലേ, എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ മിൽക്കിന് പകരം നമ്മുടെ അതിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതൊന്ന് ആഡാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ള പോലെ. അതിപ്പോൾ എനിക്ക് മാത്രം തോന്നണതാണോന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വോയിസ് ഓവർ എടുത്താൽ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്താണ്. എനിക്കത് കുഴപ്പമില്ലാത്ത പോലെ തോന്നി, കുറച്ചും കൂടെ പണി ഈസി ആയ പോലെ. എന്നാലും മൈക്കില്ലാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിവേസ് ഇടയിൽ അങ്ങനത്തെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. സോ ഈ മിൽക്കി ബിക്കീസ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കണം എന്താ വെച്ചാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും കിട്ടി. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതിന്. നമുക്കിരുന്ന് പുറത്ത് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാനുണ്ടായിരുന്നു. സോ അതിന് റെഡി ആയതാണ്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്മാർട്ട് പോയിൻറ്റിലേക്കാണ് പോയിട്ടുള്ളത്. സോ എൻ്റെ വ്ളോഗ്സൊക്കെ ഡെയിലി കാണുന്നവർക്കറിയാം ഞാൻ മിക്ക ദിവസം പോലെ അങ്ങോട്ട് തന്നെയാണ്. നമുക്ക് അധികം ഐറ്റംസ് ഒന്നും പർച്ചേസ് ആക്കാൻ വേണ്ടിയിട്ടില്ല. എനിക്ക് ആകെ കൂടെ വേണ്ടത് ഒരു ആലു ടിക്കി വാങ്ങാനുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോയില്ലേ, സോ ഒരു സെറ്റ് പെന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ? ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്തായി, സെറ്റാക്കിയോ? ക്ലാസ്സൊക്കെ ഓപ്പൺ ആകാൻ പോണേൻ്റെ. പിന്നെ ഞാൻ അനലറ്റിക്സ് നോക്കിയ സമയത്ത് കണ്ടൊരു കാര്യം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒബ്വിയസ് ആയിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, പക്ഷേ കുറച്ചും കൂടി നോൺ സബ്സ്ക്രൈബേഴ്സും കാണുന്നുണ്ടെന്ന് അതിൽ കാണിച്ചു. സോ ഞാൻ കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യുകയാണ്, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സോ നമ്മുടെ ഫാമിലി ഇങ്ങനെ പയ്യെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ഫോർ ദാറ്റ്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ആകുമ്പോഴത്തേക്കും ഒരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേയ്സ് നമ്മൾ കൊറിയർ പിക്ക് ചെയ്തു, ഐസ്ക്രീമും പക്കോടയൊക്കെ വാങ്ങി വീടെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് റെഡി ആയിട്ട് നമ്മൾ ഒന്നും കൂടെ പുറത്തേക്ക് പോയി. പിന്നെ നൈറ്റ് ഏകദേശം ഒരു 7 o'clock ആകുമ്പോഴത്തേക്കും വീടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം പാട്ടെല്ലാം കേട്ട് ബ്രൗണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻഡേജായിട്ട് കൊറിയറിൽ നിന്ന് കിട്ടിയതാണ്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ നമ്മൾ സെം എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ് വീണ്ടും. ബട്ട് സൈഡിൽ കടൽ ക്ലൗഡിൻ്റെ വ്ളോഗ് ഉണ്ട്. ഞാൻ ആളുടെ ഒരു ബിഗ് ഫാനാണ്. അപ്പം ഇങ്ങനെ കുറച്ച് വീഡിയോസ് കാണും, അതേപോലെ ഇരുന്ന് പഠിക്കും. അതിങ്ങനെയായിരുന്നു. കിൻഡർ ജോയ് പിടിച്ചിരിക്കുന്നുണ്ട് ഓപ്പൺ ആക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. ആൻഡ് പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ ആ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ വോയിസ് ഓവർ കൊടുത്തു, പക്ഷെ എനിക്കതും കൂടി സെറ്റ് ആവുന്നില്ല. എന്തായാലും ഹോപ്പ്ഫുള്ളി നമ്മുടെ ഫാമിലി ഗ്രോ ആവുന്നത് കാണുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു മൈക്കൊക്കെ വാങ്ങി സെറ്റാക്കണമെന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ആയിട്ട് നമ്മളൊരു ബിഗ് ഫാമിലി ആകുമ്പോഴത്തേക്കും, മീൻസ് അത്രയും വലിയ ബിഗ് അല്ലെങ്കിൽ കൂടെ ഞാൻ ഗിവ് അവേ സെറ്റാക്കുന്നുണ്ട്. സോ പറഞ്ഞ് നെക്സ്റ്റ് ഡേ എത്തിയില്ലേ. അപ്പോൾ മോർണിംഗ് എന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റായി. എനിവേയ്സ് ഒരു 11:30 പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഷ് ആകലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ വീണ്ടും സെം എക്സാമിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. എൻ്റെ ഇടയിൽ കൂടെ വ്ളോഗ്സൊക്കെ കാണുന്നുണ്ട്.
സോ ബിക്കോസ് ഐ എം എ ബിഗിനർ ഇൻ യൂട്യൂബ്, എനിക്ക് എന്താ പറയുക, എന്താ ചെയ്യുന്നൊരു ഐഡിയ ഇല്ലെങ്കിലും എൻ്റേതായ ഒരു രീതിയിൽ കൂടെയാണ് കേട്ടോ ഞാൻ എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും റെക്കോർഡ് ചെയ്യലൊക്കെ ചെയ്യുന്നത്. സോ എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ്. ഓക്കെ. പിന്നെ ഇപ്പം എന്താ, ഞാനൊരു ബ്രൗണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര ഷുഗർ ക്രീവിങ്സ് ആണ് 2-3 ദിവസമായിട്ട്. ഇപ്പം മെയിനായിട്ട് ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയ സമയത്ത് അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഫുൾ പിമ്പിൾസിൻ്റെ പാടായിട്ടുണ്ട്. ആൻഡ് അതിനിപ്പോൾ ഞാനൊരു ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ റൂബിയുടെ റിങ്ങാണ് കേട്ടോ. മൈ ബർത്ത് സ്റ്റോൺ ആണ് ആക്ച്വലി. ഏകദേശം ഒരു 3 ഇയേഴ്സൊക്കെ ആയി വാങ്ങിയിട്ടിട്ട്. ഇനിയില്ലേ കാണാൻ. ഇവിടെ പിന്നെ ആ ഒരു ബ്രൗണി അൺബോക്സ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എൻ്റെ കയ്യിൽ ഒരു സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ പൊട്ടിയും പോയി. എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊരു ട്രൈപോഡും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാത്തതുകൊണ്ട് അതൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് അതിനെയൊക്കെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഫോർ ഗോഡ് സേക്ക് എന്ന് പറയുകയാണെങ്കിൽ നല്ല റെസ്പോൺസാണ് എൻ്റെ വീഡിയോസിനൊക്കെ കിട്ടുന്നത്. സോ ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പം മൈക്കും ട്രൈപോഡും എല്ലാം സെറ്റാക്കണം. പിന്നെ ഇപ്പം ഞാൻ ഹാരി പോട്ടർ കാണാമായിരുന്നു. എനിക്ക് കാണാനൊന്നുമില്ലെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണും. സോ സ്പീക്കറിൻ്റെ ചാർജിങ് കഴിയാറായിട്ടുണ്ട് എൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും പക്കോട എല്ലാം കഴിച്ചിട്ട് വീണ്ടും ഞാൻ പഠിക്കുകയാണ്. മെയിനായിട്ട് പഠിക്കുക ബിക്കോസ് എക്സാം ആകാറായി. ആടെ പിന്നെ കാര്യമായിട്ടൊന്നും നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരുന്നില്ല. മോരവർ എനിക്ക് തീരെ വയ്യായിരുന്നു, ഫുള്ള് കിടപ്പിലായിരുന്നേ. അപ്പം ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ നെക്സ്റ്റ് എണീറ്റിട്ട് കാലത്തന്നെയൊക്കെ അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ക്യൂട്ട് ടക്കിന് എനിക്ക് കിട്ടി, നല്ല രസമല്ലേ കാണാൻ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ദോശയായിരുന്നു. എൻ്റെ ഈ റെഡ് ചട്നി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കോക്കനട്ട് ചട്നീൻ്റെ കളർ എനിക്ക് ഇതാണ് ഇഷ്ടം. ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് ഇഷ്ടമാവേണ്ടതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഡയറി മിൽക്കെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു ഹെയർ മാസ്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മമ്മിയുടെ സീക്രട്ട് ആൻഡ് സ്പെഷ്യൽ വൺ ആണ് സംഭവം. എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രിസി ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ലാപ്പ് ചാർജിലിട്ടിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് എടുത്തിട്ട് വന്ന് നമുക്കൊരു സിനിമ കാണാനുണ്ട്. ആൻഡ് ഏതാണെന്ന് ഞാൻ വരുന്ന വഴിക്ക് പറയാം കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ റിവൈസ് ചെയ്യാനിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സൈക്കോളജിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ലഞ്ചിനാണെങ്കിൽ ഇന്ന് നല്ല എരിവും നല്ല ചൂടോടുള്ള സ്പൈസി എഗ് കറിയും അതേപോലെ തന്നെ എനിക്ക് എഗ് ഫ്രൈയും ഉണ്ടായിരുന്നു. സോ അത് കഴിച്ച് നമ്മുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടോ ഹെയർ സെറ്റായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ടെക്സ്ചർ ഓഫ് മൈ ഹെയർ. പിന്നെന്താ, ഒരു കുട്ടി മൂവി ഡേറ്റൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് റൂമൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ആൻഡ് ഞാൻ കണ്ട മൂവി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ആനിമേഷൻ ഫിലിമാണ്, സ്വാപ്ഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ അപ്കമ്മിങ് ഷോർട്സ് ഓർ വ്ളോഗിലായിട്ട് പറയാം കേട്ടോ. എനിക്ക് മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഓവറോൾ ഇറ്റ് വാസ് നൈസ്. ഓക്കെ, അതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ പറയാം. മെയിനായിട്ട് ആനിമേഷൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രീതിക്ക് ഇത് പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ സെറ്റായിരിക്കും കേട്ടോ. ലാപ്ടോപ്പിൽ കണ്ടപ്പോൾ തന്നെ ആ ഒരു ആനിമേഷൻ നമ്മളെ ഭയങ്കര അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളതിലേക്ക് ജീവിക്കുന്ന പോലെ തോന്നുക. അപ്പോഴത്തേക്കും നമ്മുടെ ടീ ടൈമായി. സോ ഞാൻ എനിക്ക് വേണ്ടി മിൽക്കാണ് എടുക്കുന്നത്. അതായത് ഞാൻ ഇത് മുന്നും കാണിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു എപ്പോഴത്തെയും ഫേവറേറ്റാണ്. ഒരു തണുത്ത മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഷുഗറും ഹോർലിക്സ് ഇട്ടിട്ട് ജസ്റ്റ് മിക്സാക്കി കുടിക്കാം. ബാക്കിയുള്ളവരുടെ ടീ കൊടുത്തിട്ട് പിന്നെ ഞാനിപ്പം ആലു ടിക്കി കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. മമ്മിയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. സോ ഈ മിൽക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെയാണ് ഈ ആലു ടിക്കിയും ഒരു മസ്റ്റ് ബൈ തന്നെ ഞാൻ പറയും. ഏകദേശം ഇത് ഫേമസ് ആണ്. അങ്ങനെ സപ്പോസ് ഇല്ല കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കൂ. എത്ര കഴിച്ചാലും മതിയാവില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആണൊക്കെ. ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു എനിക്ക് പറയാൻ വേണ്ടി വയ്യ. എത്ര കഴിച്ചാലും മതിയാവില്ല. സോ അത് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്താ, ഇനിയിപ്പോൾ ഈവനിങ് ആയ സ്ഥിതിക്ക് ഒന്ന് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ ഒന്ന് വാക്കിങ്ങിന് മേ ബി പോകും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുക. ദെൻ നമ്മൾ കുറച്ച് റിവിഷനൊക്കെ ചെയ്തിട്ട് ഒന്ന് വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ വ്യൂ വി സോ എന്ന് പറയുന്നത് വാസ് പ്രൈസ്ലെസ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ വെക്കേഷന് മുമ്പുള്ള എൻ്റെ കുറച്ച് റാൻഡം ഡേയ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് വന്നെങ്കിലും
നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വൺസ് അഗെയിൻ താങ്ക് യു. ആൻഡ് എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ ഇനി കാണാം. ടാറ്റാ.